എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഈ ഗ്ലാസ് ഒരു അളവ് ഗ്ലാസ്സാണ്. ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് വെള്ളം എടുത്ത് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് തിളയ്ക്കുന്ന സമയത്ത് 2 ഗ്ലാസ് വെള്ളമാണ് എടുക്കേണ്ടത്. എന്നിട്ട് അത് നന്നായി തിളയ്ക്കുന്ന സമയത്ത് കുറച്ച് തേങ്ങ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് 1.5 ഗ്ലാസ്സാക്കി മാറ്റുക. എന്നിട്ട് ഇതിലേക്ക് 1 ഗ്ലാസ് പുട്ടിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് നന്നായി കുറുക്കിയിട്ട് ഉപ്മാവിൻ്റെ ആ ഒരു പരുവത്തിലേക്ക് ആക്കിയെടുക്കുക. എന്നിട്ട് ഇത് തണുത്തതിന് ശേഷം നമുക്ക് ഉരുളകളാക്കിയിട്ട് മാറ്റണം. ഏകദേശം ഒരു 20 ഉരുളകൾ എനിക്കിതിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. ഈ വീഡിയോ മിസ്സായതുകൊണ്ടാണ് ഞാനിത് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് പറഞ്ഞത്. പിന്നെ അടുത്തത് നമുക്ക് ഒരു ഇഡലിയുടെ പാത്രം എടുത്ത് അതിൽ വെള്ളം ഒഴിച്ച് വെക്കണം. ഇനി ഈ ആ ഇഡലി തട്ടിൽ നമ്മൾക്ക് ആവശ്യത്തിന് എണ്ണ പുരട്ടിയിട്ട് വെച്ചിട്ട് ഈ ഉരുളകളാക്കിയില്ലേ നമ്മൾ, അതിനെ നമ്മൾക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുട്ടിൻ്റെ പൊടിയാണ് എടുക്കേണ്ടത്, ഒരിക്കലും അരിപ്പൊടി എടുക്കരുത് കേട്ടോ. പുട്ടിൻ്റെ പൊടിയിൽ ഉണ്ടാക്കുമ്പോഴാണ് ഇത് വളരെയധികം ടേസ്റ്റായിട്ട് ഉണ്ടാവുക. അപ്പോൾ ഉരുളകളാക്കിയിട്ട് നമ്മളിത് ആവിയിൽ വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കണ്ടില്ലേ, ഇത് ഞാൻ ഇഡലി പാത്രത്തിലേക്ക് വെച്ച് 15 മിനിറ്റ് ആവിയിൽ വേവിച്ചെടുത്തിട്ട് വരാം. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇനി നമുക്ക് ചെറുതായിട്ട് കുറച്ച് പണികൾ ചെയ്യണം. അതിന് വേണ്ടി ഒരു പാൻ വെച്ച് അതിൽ ആവശ്യത്തിന് എണ്ണയൊഴിച്ച് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ കടുക് ഇട്ട് ഒരു 3 വറ്റൽമുളക്, കടുക് നന്നായി പൊട്ടി വരുമ്പോൾ 3 വറ്റൽമുളകും കുറച്ച് ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് തീ മീഡിയം ഫ്ലെയിമിൽ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതൊന്നും കരിഞ്ഞു പോകാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറച്ച് തേങ്ങ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ തേങ്ങയും കൂടി ഇട്ട് ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് വരുന്ന സമയത്ത് നമുക്ക് നേരത്തെ ഉരുളകൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടില്ലേ, ആ ഉരുളകളെല്ലാം തന്നെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ കടുക്, അതുപോലെ തേങ്ങ, പിന്നെ വറ്റൽമുളകിൻ്റെയും കറിവേപ്പിലേൻ്റെ എല്ലാം തന്നെ മണം ഈ ഉരുളകളിലൊക്കെ പിടിച്ച് വളരെ ടേസ്റ്റായിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. താങ്ക്